എവിടെയെങ്കിലും ഒന്ന് പോകാൻ നിൽക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ടയർ പഞ്ചറായി. നേരെ പിന്നെ ഒന്നും നോക്കില്ല, ബൈക്ക് എടുത്തിട്ട് നേരെ പഞ്ചർ ഒട്ടിക്കുന്ന കടയിലേക്ക് ചെന്ന്. ഷിനോയ് സുന്ദരനാണെന്ന് പറഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് നാണം വന്നായിരുന്നു. പിന്നെ അവിടെ നമ്മൾ വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പഞ്ചർ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബൈക്ക് നേരെ പഞ്ചർ ഒട്ടിക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കണ്ടുപിടുത്തത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പഞ്ചർ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ഒരുപാട് അയാൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് പഞ്ചർ എവിടെയാണെന്നുള്ള കാര്യം പിടികിട്ടി. ഈ പഞ്ചർ എന്തായാലും നിസ്സാരക്കാരനായിരുന്നില്ല, അത്യാവശ്യം വലിയൊരു പഞ്ചറായിരുന്നു. 2-3 പ്രാവശ്യം പഞ്ചർ ഒട്ടിക്കാനുള്ള തിരി അകത്തേക്ക് കയറ്റിയിട്ടും എയർ നിൽക്കുന്നുണ്ടായിരുന്നില്ല പുറത്തേക്ക് വരുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളങ്ങനെ പഞ്ചർ ഒട്ടിക്കൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് എയർ എങ്ങും ലീക്ക് ആവണില്ല. പിന്നെ നേരെ ചെന്നത് വാഹന പരിശോധന കേന്ദ്രത്തിലേക്കാണ്. പൊല്യൂഷൻ ടെസ്റ്റ് എടുത്ത് സക്സസ്ഫുൾ ആയി. പെട്രോളും അടിച്ചിട്ട് നേരെ KTMന്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, 2 സൈഡും. അത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻഡിക്കേറ്റർ മാറാമെന്ന് വിചാരിച്ചു, ചെയിനും ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം നേരം നമ്മളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഷിനോയ് അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഷവർമയിൽ നിന്ന് നേരെ വീട്ടിൽ പോയി ഹാപ്പി ആയിട്ടിരുന്നു.